ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് കിച്ചൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ചിക്കൻ കപ്സയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കനും ഒരു 1/2 കിലോ ബാസ്മതി റൈസുമാണ്. 1/2 കിലോ മീൻസ് ഒരു 3 ഗ്ലാസ് ബാസ്മതി റൈസും, പിന്നെ കുറച്ച് വെജിറ്റബിൾ, ഒരു കളർഫുള്ളാകാൻ വേണ്ടി കുറച്ച് വെജിറ്റബിൾ, വളരെ കുറച്ച് വെജിറ്റബിളും ചേർക്കുന്നുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ചിക്കൻ കപ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് ഇപ്പം ഫ്രൈഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ബിരിയാണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇന്നൊരു ചിക്കൻ കപ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കപ്സ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കനാണ്. കോഴിയുടെ ഒരുമാതിരി നല്ല വെളുപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഒരു 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ ആയതാണ്. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 3 ഗ്ലാസ്, ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് മേളിൽ വരും, അത്രയും റൈസാണ് എടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ മസാലയ്ക്ക് വേണ്ടി ഒരു 2 ഒണിയനെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു 8 വെളുത്തുള്ളി, ഒരു സ്വല്പം കറിവേപ്പില, അതിൻ്റെ ഒരു 5-6 ചെറിയുള്ളിയും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു കുറച്ചേ ഉള്ളൂ, ഒരു ക്യാപ്സിക്കായും, പിന്നെ കുറച്ച് ഒരു ക്യാരറ്റും, ഒരു 5-6 ബീൻസും കൂടെ അരിഞ്ഞ് കുറച്ചൊരു കളർഫുൾ ആകാൻ വേണ്ടി റൈസിന്. പിന്നെ നമ്മുടെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മുടെ പുതിയനയില അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ ജ്യൂസ് ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യ്, കാഷ്നട്ട്, ഉണക്കമുന്തിരിങ്ങ. പിന്നെ മസാല എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ കറിയുടെ മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ നമുക്ക് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി അരി ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. അപ്പോൾ അരി എളുപ്പം വേഗം, അത് നന്നായിട്ട് ചോറ് നന്നായിട്ട് വരാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അരി ഒന്ന് നന്നായിട്ട് കഴുകി നമുക്ക് ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ കപ്സ ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അപ്പം നമുക്കൊരു 3 സ്പൂൺ എണ്ണ ചട്ടിക്ക് ഒഴിക്കാം. പരട്ടി വെച്ചിരിക്കുന്ന കോഴി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ചട്ടിയിലായതുകൊണ്ട് ഇതൊന്ന് ഇളക്കി വേണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. എല്ലാം തന്നെ ഞാൻ ഇതിനകത്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി, അല്ല ഒരുപാട് പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മളിതൊരു പകുതി ഒന്ന് വേവിച്ചിട്ടാണ് കപ്സ വെക്കുന്ന. ഇതൊക്കെ അരിയും ഇറച്ചി എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അരിക്ക് വേവ് കുറവായതുകൊണ്ടാണ് നമ്മൾ കോഴി ഇങ്ങനെയിട്ട് ഒരു അരപ്പരുവത്തി വേവി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇപ്പം ഞാനിവിടെ ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കി റെഡിയാക്കാൻ പറ്റും. നമ്മൾ കപ്സിക്ക് കഴിക്കാനായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിലെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അടച്ച് വെച്ച് തിളപ്പിക്കണം. നമ്മുടെ കോഴി ഇവിടെ ആയിട്ടുണ്ട്. കോഴി നന്നായിട്ട് ഒരു ഹാഫ് വേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഴി എടുക്കണം. ഈ കോഴി എടുക്കാം. നമ്മൾ ചോറിൻ്റെ കൂടെ ഇട്ട് ഒന്നിച്ച് വേവിക്കായതുകൊണ്ട് ഒരു പകുതി ഭാഗം വേവിക്കാൻ വെന്തുമല്ല, ഇത് ഫ്രൈ ആക്കിയതാണ്. ഇങ്ങനെ ചെയ്യുമ്പം ചോറിനകത്ത് ഇത് പൊടിഞ്ഞു പോകത്തില്ല. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ ഈ
ഈ എണ്ണയ്ക്കകത്തോട്ട് ഒരു 2 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാം. ഇനി നമ്മുടെ കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം. പറങ്ങേണ്ടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് ഒരു 10 ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് 2 സവോളയാണ് അരിഞ്ഞ് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കേണ്ടത്. ഇന്നിപ്പോൾ ഞാൻ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. 2 സ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മസാല കൂട്ടം ഉണ്ടാക്കി ചോറ് ഇതിനകത്തിട്ട് വേവിക്കണം. അപ്പം ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. 2 മീഡിയം ടൈപ്പ് സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില. പിന്നെ ഞാൻ ഈ ഇതിൻ്റെ ഗരം മസാല എല്ലാം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറുവപ്പട്ട, ഏലക്ക, പിന്നെ നമ്മുടെ കറുവപ്പട്ടയുടെ ഇല, പെരിഞ്ചീരകം എല്ലാം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ കുരുമുളക് ഇതെല്ലാം കൂടെ മുഴുവനെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതിങ്ങനെ കടിക്കുന്നതിനിടയിൽ കടിക്കുന്നവർക്കൊരു അസ്വസ്ഥതയല്ല, അത് എടുത്ത് കളയുന്നത്. അതുകൊണ്ട് ഞാനിതെല്ലാം എല്ലാ സംഭവങ്ങളും ഇതിങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ല ടേസ്റ്റാണ് കിട്ടുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കുരുമുളക് അതിൻ്റെ കറുവപ്പട്ട ഒന്നും നമ്മൾ അതിലേക്കൊന്നും മുഴുവനും ഇടുന്നില്ല. അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്ക് നമുക്കിട്ട് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഒരു നുള്ള മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പുതിയനയില അരിഞ്ഞത് ഒരു നുള്ളിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഞാൻ എടുത്തേക്കുന്ന ഒരു ക്യാപ്സിക്കായും പിന്നെ ഒരു 100 ഗ്രാം ബീൻസും ഒരു ക്യാരറ്റും വേണമെന്നില്ല, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിവിടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആദ്യം ഒഴിച്ച് ആ ഒരു 3 സ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ഇതിന് ഇത്രയും ചെയ്യുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. എണ്ണ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മളൊരു 2 ചെറിയ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇച്ചിരി മസാലകളൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നമ്മുടെ എല്ലാ പൊടികളും ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചത് ഒരു 1/2 സ്പൂണ്. അവസാനമായിട്ട് നമ്മുടെ ചിക്കൻ മസാല ഒരു 1/2 സ്പൂണ്. ഇത്രയും മസാലകൾ മതി ഇതിന്, ഒരുപാട് മസാല വേണ്ട. നമുക്ക് ചോറിനും കപ്സയ്ക്കകത്ത് നന്നായിട്ട് ഒരു മസാല എല്ലാം മതി. അപ്പം കപ്സ വേറെ കറികളൊന്നും കൂട്ടണ്ട. ഒരു അച്ചാറോ പപ്പടമോ ഒരു സലാഡോ എന്തെങ്കിലും മതി സൈഡ് ഡിഷായിട്ട്. അപ്പോൾ ഇത്രയും അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന കോഴി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിയെല്ലാം ഇട്ട് വെള്ളമെല്ലാം ഒഴിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക്
ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിനകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. പച്ചയും ചുമപ്പും കോഴി നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. ചട്ടിക്കകത്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. നമ്മളിത് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കഴിക്കണം. അപ്പോഴത്തേക്കും ഒരു നല്ല ടേസ്റ്റാണ്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാനായിട്ട് സമയമായിട്ടുണ്ട്. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂറാണ് അരി കുതിർത്ത് വെക്കാനായിട്ട് ഒരു ടൈം. അങ്ങ് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്, നല്ല അരിയാണ്. അപ്പം നമ്മൾ അരിയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കണം. നമ്മുടെ അരി ചിക്കനും മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചൊന്ന് ഫ്രൈ ആക്കണം. ഒട്ടും വെള്ളം അരിയിലില്ലാതെ വേണം ഇടാനായിട്ട്. എണ്ണയ്ക്ക് അത് കിടന്ന് നന്നായിട്ടൊന്ന് അരിയും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 2.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവ് വെച്ച് ഒഴിച്ചാൽ മതി. നമ്മളിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിനുള്ള വെള്ളമാണ് ഞാൻ വെച്ചേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കത്തക്ക പോലെ വേണം ഉപ്പിടാനായിട്ട്. ഉപ്പ് ഒരിച്ചിരി കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ ഇതായിട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറവാണെങ്കിൽ ഇടാം, കൂടുതലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ നല്ല കണക്കിന് വെന്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഈ സ്റ്റവിൽ തന്നെ വെച്ചാൽ ചിലപ്പോൾ ചട്ടി അതിൻ്റെ ചൂട് കൂടുതലാണ്, അതുകൊണ്ടത് കരിഞ്ഞു പോകും. സോ ഒരിച്ചിരി ഒന്ന് ഇതാക്കി വെച്ച് കൊടുക്കാം. മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം, പുതിയനയില കുറച്ചിട്ട് കൊടുക്കാം. അത് ഇട്ടായിരുന്നു, പക്ഷേ നെറ്റിൽ കുറച്ച് ബാക്കി ഇരിക്കുന്നതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഡെക്കറേറ്റ് ചെയ്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോഴിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പാകത്തിന് നമ്മൾ ഇച്ചിരി പറങ്ങേണ്ടി കിസ്മിസും ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണം. അപ്പം എൻ്റെ ചിക്കൻ കപ്സ എന്നാണ് പറയുന്നത്, ചിക്കൻ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഇതിങ്ങനെ നമ്മളെ സൗദിയിലുമൊക്കെ ഇങ്ങനെ ഒരു കടകളിലൊക്കെ കിട്ടും. ഇപ്പോൾ ഇവിടെയും കിട്ടുന്നുണ്ട്. വളരെ ടേസ്റ്റ്കരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് കമൻറ്റ്സും ലൈക്സും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ കാണാം. ബൈ.